എല്ലാവർക്കും നമസ്കാരം. ജപ്പാൻകാരുടെ മത്സ്യത്തോടുള്ള കമ്പം ഒരുപാട് പേർക്ക് അറിവുള്ളതാണ്. ജപ്പാൻകാർക്ക് മത്സ്യം വളരെയധികം ഇഷ്ടമാണ്. മത്സ്യഭക്ഷണം അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവർ മത്സ്യഭക്ഷണമില്ലാതെ ഒരു ദിവസം പോലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള ജപ്പാൻകാരുടെ മത്സ്യത്തോടുള്ള ഇഷ്ടത്തെ അവിടെയുള്ള മത്സ്യ കമ്പനികളെല്ലാം, ഫിഷിംഗ് കമ്പനികളെല്ലാം വളരെയധികം നല്ല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. തുടക്കത്തിലെല്ലാം മത്സ്യം പിടിക്കുവാൻ ചെറിയ ബോട്ടുകൾ അവ തീരത്തോടടുത്ത സ്ഥലങ്ങളിൽ പോയി മത്സ്യം പിടിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനുള്ള ഡിമാൻഡ് കാരണം, അതായത് ഈ മത്സ്യത്തിന് ജനങ്ങളോടുള്ള ഡിമാൻഡ് കാരണം, ജനങ്ങൾക്കുള്ള ഡിമാൻഡ് കാരണം കൂടുതൽ ദൂരത്തേക്ക് ഈ മത്സ്യം ശേഖരിക്കുവാനായി ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ടാവുന്നു, വലിയ ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ടാവുന്നു. ഇവ കടലിലേക്ക് കൂടുതൽ ദൂരത്തേക്ക് പോകുന്നു, കൂടുതൽ മത്സ്യം കൊണ്ടുവരുന്നു. അങ്ങനെയെല്ലാം ആവുമ്പോഴും ഇവർക്ക് ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവർ വീണ്ടും വലിയ കപ്പലുമായി വീണ്ടും കുറേ ദൂരത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നും തിരിച്ചു വരുവാനും സമയമെടുക്കുന്നത് കൊണ്ട് തിരിച്ച് കരയിലേക്ക് എത്തുമ്പോഴേക്കും ആ മത്സ്യം മരിച്ചുപോയ മത്സ്യമാണ്. അവ പഴകിയ രീതിയിലാവുമായിരുന്നു. ഒരല്പം പഴക്കം അവർക്ക് സംഭവിക്കുന്നു. കാരണം അവർക്ക് ആ ഫിഷിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും തീരത്തേക്ക് എത്താനും പിന്നീട് വിൽക്കുവാനുമുള്ള സമയം എടുക്കുന്നത് കൊണ്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി ഈ ഫിഷിന് ഫ്രഷ്നെസ് ഇല്ല. അങ്ങനെ ഫ്രഷ്നെസ് ഇല്ലാത്ത ഫിഷിന് ഡിമാൻഡ് കുറയാൻ തുടങ്ങിയപ്പോൾ ഈ കമ്പനിക്കാർ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. ആ കപ്പലിൽ തന്നെ, ആ ഫിഷിംഗ് ബോട്ടുകളിൽ തന്നെ ഫ്രീസർ കൊണ്ടുപോകുവാൻ തുടങ്ങി. അതായത് കടലിൽ നിന്നും പിടിക്കുന്ന മീനിനെ അതേപോലെ അപ്പോൾ തന്നെ ഫ്രീസറിലേക്ക് വയ്ക്കുവാൻ അവർ തുടങ്ങി. അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊണ്ടുവന്ന മീനിന് കുറച്ച് ദിവസം തരക്കേടില്ലാതെ ഡിമാൻഡ് ഉണ്ടായിരുന്നുവെങ്കിലും ഉടനെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഫ്രീസറിൽ വെച്ച ഫിഷാണ്. കാരണം അതിന് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫ്രഷ് ഫിഷിൽ നിന്നും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഫ്രീസറിലെ ഫിഷാണ്. അതുകൊണ്ട് അതിന് പിന്നെയും ഡിമാൻഡ് കുറയാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനികൾ ഇതും മനസ്സിലാക്കി ഡിമാൻഡ് കുറയുകയാണ്, എന്ത് ചെയ്യും? കുറച്ചുകൂടി വലിയ കപ്പലുകളിൽ, ബോട്ടുകളിൽ അവർ ടാങ്ക് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഫ്രഷ് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഈ ഫ്രഷ് വാട്ടർ ടാങ്കിൽ ആ കടലിൽ നിന്നും പിടിച്ച മത്സ്യത്തെ ഫ്രഷ് വാട്ടറിൽ ഇടുമ്പോൾ അവയ്ക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് അവർ അതിന് സാൾട്ട് വാട്ടർ, അതായത് കടലിൽ നിന്ന് പിടിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിച്ച് ഈ ടാങ്കിൽ സംഭരിച്ച് അതിൽ മരിക്കാത്ത, അതായത് ഫിഷ് പിടിച്ച ഉടനെ അതിനെ മരിക്കാത്ത രീതിയിൽ ഈ ടാങ്കിലേക്ക് എടുത്തിടാൻ തുടങ്ങി. ആ ഫിഷിംഗ് കപ്പലിലെ ടാങ്ക് ആയതുകൊണ്ട് വളരെ ചെറിയ ടാങ്കാണ്. അപ്പൊ ആ ടാങ്കിൽ ഈ ഫിഷ് കുറെ നേരം നീന്തുമെങ്കിലും കൂടുതൽ ഫിഷ് വരുമ്പോൾ അവർക്ക് നീന്താൻ കഴിയാത്ത അവസ്ഥ വരികയും ഓട്ടോമാറ്റിക്കലി അവർ ക്ഷീണിക്കുകയും അവിടെ തന്നെ കിടക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഇതേ മീനുകൾ കരയിലെത്തുമ്പോൾ അവരുടെ ടേസ്റ്റിൽ വീണ്ടും വ്യത്യാസം വരുവാൻ തുടങ്ങിയതായി ആളുകൾ കണ്ടെത്തി. വീണ്ടും ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ഈ ഫിഷിംഗ് കമ്പനികൾ ചെയ്തത് കുറച്ചുകൂടി വലിയ കപ്പൽ ഇറക്കുകയും ആ കപ്പലിൽ കുറച്ചുകൂടി വലിയ ടാങ്കുകൾ നിറയ്ക്കുകയും ആ ടാങ്കുകളിൽ ഇവയെ ക്ഷീണിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അതായത് ഈ പറഞ്ഞ മീനുകൾ എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതിന് വേണ്ടി ആ ടാങ്കിൽ തന്നെ ഷാർക്കിന്റെ 2-3 കുട്ടികളെ, അതായത് ഈ സ്രാവുകളുടെ 2-3 കുട്ടികളെ ഇടുകയും ചെയ്തപ്പോൾ ഈ സ്രാവുകൾ ഈ മീനുകളെ തുടർച്ചയായി പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ഈ മീനുകൾ എപ്പോഴും നീന്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് ആ മീൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നു. അതായത് എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്ന മീനുകൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കും എന്നുള്ള കണ്ടുപിടുത്തമാണ് അവിടെ ജപ്പാനീസ് നടത്തിയത്. അത് വളരെ സക്സസ്ഫുൾ ആയ ഒരു കണ്ടുപിടുത്തമാണ്. ഒരുപാട് ജനങ്ങൾ ഈ കണ്ടുപിടുത്തം അംഗീകരിക്കുകയും ചെയ്തു. ഇതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ കുറേയധികം നീന്തുമ്പോൾ, കുറേയധികം പ്രശ്നങ്ങളുമായി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്നു, നമ്മൾ മാനസികമായി ടയർഡായി പോകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആവുന്നില്ല, നമ്മുടെ ശരീരവും ഫ്രഷ് ആവുന്നില്ല. അതേസമയം വീണ്ടും നീന്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വീണ്ടും നമ്മുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ക്ഷീണിക്കേണ്ടി വരില്ല. ഇനി ക്ഷീണം വന്നാൽ തന്നെയും നമ്മുടെ ആ മോട്ടിവേഷൻ കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു നല്ലൊരു പാഠം, ലെസൺ ഈ മീനിന്റെ സ്റ്റോറി നിങ്ങൾക്ക് തരുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും, ഓരോ പ്രതിബന്ധങ്ങളും ഓരോ ഷാർക്കാണ് എന്ന് കരുതുക, ഓരോ സ്രാവുകളാണ് എന്ന് കരുതുക. അവ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുവാനായി വരികയാണ്, കൂടുതൽ നമ്മെ ഓടിക്കുകയാണ് എന്നുണ്ടെങ്കിലും അവ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടുതൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുവാനാണെന്നും അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് അനുഗ്രഹമാണ് എന്നും ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും എനർജറ്റിക് ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതം എപ്പോഴും സഫലമാവുകയും ചെയ്യും എന്നുള്ള ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഈ കഥയിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.